ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടാം സീസണിൽ ആദ്യ പോരാട്ടത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്ന് ഇറങ്ങും. തീപാർന്നൊരു പോരാട്ടം തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി സ്വാഭാവികമായും ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷിക്കാം, ആരാധകർക്ക് പ്രതീക്ഷിക്കാം. മത്സരത്തിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ ഒപ്പം ഏതൊക്കെ താരങ്ങളെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിനുമപ്പുറം ടീമിൻ്റെ വിശാലമായ ആരാധക വൃന്ദത്തിൽ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ കൂടി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഷർമി ഉലഹന്നാൻ ചേരുന്നുണ്ട്. ഷർമി, യഥാർത്ഥത്തിൽ ഈ ഒരു വ്യത്യസ്ത മേഖലയിൽ നിന്നാണല്ലോ ഫുട്ബോളിൻ്റെ ആരാധക വലയത്തിലേക്ക് വന്നത്. ഒരു ആരാധിക എന്ന നിലയിൽ എങ്ങനെയാണ് ഇത്തവണ ടീമിനെ കാണുന്നത്? പ്രതീക്ഷകളൊക്കെ ഒരാരാധിക എന്ന നിലയിൽ ടീമിനെ കാണുന്നത് ശരിക്കും നല്ല രീതിയിൽ കളിക്കണമെന്നാണ് ഒരാരാധിക എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ സ്പോർട്സ് താരം എന്ന നിലയിൽ ഒരുപാട് പ്രിപ്പറേഷൻ നമ്മളൊരു മേജർ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അതെല്ലാം നടത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഇതിൻ്റെ ഈ ടീമിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നല്ലൊരു കോച്ചാണ് അദ്ദേഹം. നല്ല രീതിയിൽ ടീമിനെ പ്രിപ്പയർഡ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടീം സെറ്റ് ചെയ്യുമ്പോൾ ആ ടീമിന് എന്തെല്ലാം പോരായ്മകളുണ്ട്, അതുപോലെ തന്നെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, അതെല്ലാം അറിഞ്ഞ് ചെയ്യുന്ന ഒരു കോച്ചാണ് ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് വിജയിക്കാൻ തന്നെ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എങ്ങനെയായിരുന്നു ഈ കബഡിയുടെ മേഖലയിൽ നിന്ന് ഫുട്ബോളിലേക്ക് വന്നത്? കബഡിയുടെ മേഖലയും ഫുട്ബോളിൻ്റെ മേഖലയും രണ്ടും രണ്ടാണ്. പക്ഷെ സ്പോർട്സിനോട് നല്ല താല്പര്യം ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ എല്ലാ ഈവൻറ്റ്സും കാണാറുമുണ്ട്, അതിനെപ്പറ്റി പഠിക്കാറുമുണ്ട്. അപ്പോൾ എനിക്ക് കേരളത്തിൽ വെച്ച് ഈ ഒരു ഇവൻ്റ് നടക്കുമ്പോൾ യുവതലമുറയ്ക്ക് അതൊരു പ്രചോദനം തന്നെയാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കിടയിൽ. അതുപോലെ തന്നെ KPL ഇപ്പോൾ കബഡി പ്രീമിയർ ലീഗ് വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ വെച്ച് അങ്ങനെ ഒരു ലീഗ് സ്റ്റാർട്ട് ചെയ്യും ഒരുപാട് പ്ലെയേഴ്സിനെ നമുക്ക് അതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഫുട്ബോളിനോടും. ചെറിയ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് ഫ്യൂച്ചർ മുന്നോട്ട് അവർ നോക്കും, നമുക്കിതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചാൻസ് ഉണ്ടോ, സാധ്യതയുണ്ടോ എന്ന് നോക്കുമ്പോൾ പലപ്പോഴും മങ്ങലാണ് പലരും. ഇപ്പം 100 പേര് ഗെയിമിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതിൽ 10% പേരൊക്കെയാണ് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ്സായിട്ടുള്ള ഒരു KPL പോണക്കത്തെ ഫുട്ബോൾ ലീഗ് നടക്കുന്നതുകൊണ്ട് പലർക്കും പ്രതീക്ഷയ്ക്ക് വക കൊടുക്കാം. നമുക്ക് കൺമുന്നിൽ ക്രിക്കറ്റിനപ്പുറം സ്റ്റാറുകൾ ഉദിച്ചു എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജാണ് ഇതിനെ സംബന്ധിച്ച്. സുദേശ്, ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോഴും പ്രതീക്ഷകൾ വെക്കുമ്പോഴും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഏത് അളവുകോൽ കൊണ്ടാണ് നമുക്ക് അളക്കാൻ സാധിക്കുക? പ്രത്യേകിച്ച് ആഭ്യന്തര താരങ്ങൾ ഏറെക്കുറെ കൂടുതലുള്ളവർ ടീമാണത്. അവരെ സംബന്ധിച്ച് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നതും അങ്ങനെയുള്ളവരാണ്. മാർക്യൂ താരം ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയായി കാണാനാവില്ല എങ്കിൽ പോലും കഴിഞ്ഞ തവണ ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഞെട്ടിച്ചതാണ്. ഒരു സമനിലയും മറ്റൊന്നിൽ ഒരു ഗോളിൻ്റെ ഒരു തോൽവിയും ഉണ്ടാവുകയും ചെയ്തതാണ്. നിലവിൽ എങ്ങനെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന ടീമിനെ കാണാനാവുക? ഇന്ന് നമുക്കറിയാം, ഇന്ത്യൻ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഗോവയും കേരളവും ബംഗാളും എല്ലാം മാറി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തട്ടകം എന്നത് നോർത്ത് ഈസ്റ്റിലേക്ക് മാറിക്കൊണ്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഈ ISLൻ്റെ ലേലത്തിൽ തന്നെ പങ്കെടുക്കാൻ പറ്റിയ ഇന്ത്യൻ താരങ്ങൾ, അതിൽ ലേലത്തിൽ പോയ ഇന്ത്യൻ താരങ്ങളിൽ ഭൂരിപക്ഷവും ഈ മേഖലയിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോൾ ആ താരങ്ങളെ വെച്ച് കഴിഞ്ഞ തവണ ജോൺ എബ്രഹാമിൻ്റെ ടീം വലിയൊരു പരീക്ഷണമാണ് നടത്തിയത്. നോർത്ത് ഈസ്റ്റ് വലിയ മുന്നേറ്റം നടത്തുമെന്ന് കരുതി തുടക്കത്തിലെ മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ പിന്നീട് വെറും 3 മത്സരമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. പിന്നീട് താഴോട്ട് പോവുകയും ആ ലീഗിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരാവുകയും ചെയ്തു. അത് കുറച്ച് അത്ഭുതപ്പെടുന്നതായി തോന്നുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. ഡൽഹിയേക്കാളും പൂനെയേക്കാളും എല്ലാം നല്ല ടീമായാണ് അവരെക്കുറിച്ച് തോന്നിയിരുന്നത്. കോക്കയെ പോലുള്ള നല്ല താരങ്ങൾ, സ്പെയിൻ്റെയും മറ്റും താരങ്ങൾ അവർക്കുണ്ടായിരുന്നു. എന്നാൽ യുവത്വത്തിന് മുൻഗണന കൊടുത്ത് അവരുടെ തന്ത്രം പാളിപ്പോയി എന്നതാണ് കഴിഞ്ഞ തവണ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച. അധിക താരങ്ങൾ 25 വയസ്സ് അല്ലെങ്കിൽ 30 താഴെയുള്ളവരായിരുന്നു, അല്ലെങ്കിൽ 25 താഴെയുള്ളവരായിരുന്നു നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ. ഒപ്പം തന്നെ നല്ല വിദേശ താരങ്ങളെ എടുക്കുന്നതിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു. ആ രീതിയിൽ വളരെ പിന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇത്തവണയും ഇല്ല, അങ്ങനെ പറയാം. ഇത്തവണ അവർ ചില കാര്യങ്ങൾ കാമറയെ പോലുള്ള വിദേശ താരങ്ങളെ കൊണ്ടുവന്നു. നല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും മറ്റും B ഡിവിഷനിലും മറ്റും കളിക്കുന്ന താരങ്ങളെ കൊണ്ടുവന്ന് ആ കുറവ് നികത്താൻ 1-2 വിദേശ താരങ്ങളെ അല്ലാതെ 6ഓളം നിരവധി പേരെ തന്നെ എടുത്ത് ഏത് പൊസിഷനിലും കളിക്കാവുന്ന
കഴിഞ്ഞ തവണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച ഹെങ്വർത്തിനെ പോലുള്ള താരങ്ങൾ ഇന്ന് അവരുടെ നിരയിലാണ് കളിക്കുന്നത്. അത് വളരെ നിർണായകമാണ് ഇന്നത്തെ മത്സരത്തിൽ. ഹെങ്വർത്തിനെ ഏറെക്കുറെ ട്രെവർ മോർഗൻ്റെയും അല്ലെങ്കിൽ പീറ്റർ ടൈലറുടെയും തന്ത്രങ്ങളെല്ലാം അറിയുന്ന ഒരു താരമാണ്, അല്ലെങ്കിൽ ഇവരുടെ പരിശീലന രീതികൾ ഏറെക്കുറെ അറിയുന്ന ഒരു താരമാണ്. അത് ഇന്നത്തെ മത്സരത്തിൽ നിർണായകമാവുന്ന ഒരു ഘടകമാണ്. ആ രീതിയിൽ പരിചയസമ്പന്നരെ കൂടി ഉൾപ്പെടുത്താൻ അവർ ശ്രദ്ധിച്ചു എന്നത് വളരെ നിർണായകമാണ്. കഴിഞ്ഞ തവണ ISL-ൽ അവസാന ഘട്ടങ്ങളിൽ ഗോൾ കൊടുക്കുന്ന പ്രതിരോധത്തിലെ പിഴവുകൾ കൊണ്ട് ഗോളുകൾ വഴങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയായിരുന്നു പലപ്പോഴും നോർത്ത് ഈസ്റ്റിനുണ്ടായിരുന്നത്. അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി ഈ ഹെങ്വർത്തിനെ പോലുള്ള താരങ്ങളെ കൊണ്ടുവരുന്നു. ഇത് അവരുടെ കളിയിൽ അല്പം വ്യത്യാസം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവരുടെ ശക്തിയെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഇത്തവണ ഏറെക്കുറെ പക്വതയുള്ള താരങ്ങളെ ഉൾപ്പെടുത്തി യുവതാരങ്ങൾക്കും ഒപ്പം തന്നെ പ്രാമുഖ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളി കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ കളിയുടെ ഒരു പാതിയിൽ മാത്രമേ അവരുടെ ടീമിനെ കുറിച്ച് വിലയിരുത്താൻ സാധിക്കൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു. നല്ലൊരു പ്രകടനം തന്നെ അവർക്ക് കാഴ്ചവെക്കുമെന്ന് ഉറപ്പാണ്. എന്തുകൊണ്ടെന്നാൽ വളരെ പാരീസിനെ പോലുള്ള ഒരു നല്ല പരിശീലകൻ, വെനസ്വേലക്കാരനായ വെനസ്വേലൻ ഫുട്ബോൾ ടീമിനെ, നമുക്കറിയാം ലോകത്ത് വലിയ ശക്തിയൊന്നുമല്ലാത്ത ടീം, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിൽ ആ മേഖലയിൽ നിന്നുള്ള വലിയ ശക്തരല്ലാത്തൊരു ടീമിനെ അദ്ദേഹം മികച്ച പ്രകടനങ്ങൾ, ബ്രസീലിനെ പോലും തോൽപ്പിക്കുന്ന, അവരുടെ നാട്ടിൽ വെച്ചായിരുന്നെങ്കിൽ പോലും, വെനസ്വേലയിലെ ഉയർന്ന മൈതാനങ്ങളിൽ കളിക്കുമ്പോഴാണെങ്കിൽ പോലും അവരെ തോൽപ്പിച്ചു എന്നുള്ളത് നിർണായകമാണ്. അപ്പോൾ അതിനെല്ലാം നിർണായകമായ പങ്കുവച്ചൊരു പരിശീലകനാണ് അവർക്കുള്ളത്. അദ്ദേഹം എന്തു തന്നെയായാലും അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ ടീമിന് ഏറെ ഗുണം ചെയ്യും. അതിനനുസരിച്ചായിരിക്കും ടീമിനെ അദ്ദേഹം രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രകടനം തന്നെ, ഒട്ടും അവരെ ഭയപ്പെടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് അത്ര എളുപ്പമാവില്ല കാര്യം. എളുപ്പമാവില്ല, തീർച്ചയായും. വിനീഷ്, ഇവിടെ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ വടക്ക് കിഴക്കൻ മേഖലയുടെ പ്രതീക്ഷയും ശക്തിയും എല്ലാം യഥാർത്ഥത്തിൽ ഈ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. അവരുടെ അങ്ങേയറ്റത്തെ പ്രതീക്ഷയാണ് ഒരു ടീം. കാരണം ഒരുപാട് മേഖലയ്ക്ക് ഒരൊറ്റ ടീം, മറ്റ് സംസ്ഥാനങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. ഏറെക്കുറെ അദൃശ്യ ശക്തികൾ എന്ന് തന്നെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ. എങ്ങനെയാണ് ആ അദൃശ്യ ശക്തികളുടെ ശക്തി ദൗർബല്യത്തെ നമുക്ക് ഇത്തവണ കാണാൻ സാധിക്കുക? ഇവിടെ ISL-നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഇപ്പം സുധേഷ് പറഞ്ഞ പോലെ ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ നോർത്ത് ഈസ്റ്റ് സൈഡ്. കാരണം ഇപ്പോൾ ഈ നമ്മളെ കൂടുതൽ പേർക്കും അറിഞ്ഞുകൂടാ. കാരണം ഇപ്പം ഈ ഫോറിൻ ഫുട്ബോളൊക്കെ TV-യിൽ വന്നതിന് ശേഷം നമ്മൾ സന്തോഷ് ട്രോഫിയും അതുപോലുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിനൊന്നും നമ്മൾ അധികം, അതായത് നാഷണൽ ലീഗിനൊന്നും അധികം പ്രാധാന്യം കൊടുക്കാറില്ല, ആരും ശ്രദ്ധിക്കാറുമില്ല ന്യൂസുകൾ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ യൂത്ത് പോലും നാഷണൽ ലീഗൊന്നും ഇതുവരെ കാണുക പോലും ചെയ്യില്ല, അതിൻ്റെ റിപ്പോർട്ടുകൾ തന്നെ വായിക്കാറില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനിത് ഈ മേഖലയിലായിട്ടൊരു ടച്ചിൽ നിൽക്കുന്നത് കൊണ്ട് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നാഷണൽ ലീഗിൽ കളിച്ച എല്ലാ ടീമുകളുടെയും ബലം തന്നെ ഒരു നോർത്ത് ഈസ്റ്റ് പ്ലെയേഴ്സായി മാറിയിരിക്കുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷവും ഈ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് പറ്റിയത് അവരെ ആ ചെറുപ്പക്കാരെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ട് അവരുടെ ശക്തി തെളിയിക്കാൻ ശ്രമിച്ചതാണ്, സുധേഷ് പറഞ്ഞ പോലെ. അപ്പം ഈ വർഷം ആ പാഠം ഉൾക്കൊണ്ട് തന്നെ അവിടുത്തെ പ്ലേയേഴ്സിനെ കുറേ അവർ ക്യാമ്പിലെടുത്തു, അവരെ ട്രെയിനിങ് സെഷനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വർഷം ഒരു മിക്സ്ഡ് ടീമാണ് വരാൻ പോകുന്നത്. പോരാത്തതിന് ഈ വർഷത്തെ ടീമിൽ എനിക്ക് തോന്നുന്നു ആഫ്രിക്കൻ ശക്തികളെയാണ് അവർ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെനഗൾ, സാംബിയ, പിന്നെ ഐവറി കോസ്റ്റ ഇവിടെ നിന്നുള്ള പ്ലേയേഴ്സിനെയാണ് ഇവർ കൂടുതൽ എടുത്തിരിക്കുന്നത്. ആ പ്ലേയേഴ്സിനുള്ള ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യമായിട്ട് പെട്ടെന്ന് ഇണങ്ങാൻ പറ്റും അവർക്ക്. ആഫ്രിക്കൻ അവർ ഒന്നാമത് പവർഫുൾ ഗെയിം കളിക്കുന്നവരാണ്. അതുകൊണ്ട് കുറച്ച് കാലാവസ്ഥയും പിന്നെ എല്ലാവരും നമ്മൾ പ്രത്യേകം സൂചിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രൊഫഷണൽ പ്ലെയർ എന്ന് വിചാരിച്ചാൽ തന്നെ ഏത് കാലാവസ്ഥയും ഏത് അന്തരീക്ഷത്തിലും എന്തിനേയും നേരിടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണ്. അതാണ് പ്രൊഫഷണലിസം. എവിടെ ചെന്നാലും അവർ കളിക്കണം. അതാണ് പ്രൊഫഷണൽ ഫുട്ബോളും അമേച്വർ ഫുട്ബോളും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ഈ നാട്ടിൽ കളിച്ചോ ആ നാട്ടിലെ പ്രൊഫഷണൽ പ്ലെയർ എന്ന് പറഞ്ഞാൽ അവരെന്തിനേയും നേരിടാൻ തയ്യാറാണ്. അപ്പം ഈ കാലാവസ്ഥേനെയൊക്കെ നമുക്ക് ഇപ്പം പിടിച്ചു നിൽക്കാൻ പറയുന്നത് പോലെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഒരു ടെക്നിക്കൽ ഇതായിട്ട് പറയുന്നതായിരിക്കും, പോകാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പം പറയുന്നതായിരിക്കാം. അങ്ങനെയും നമുക്ക് കാണാം ഇതിനെ. അപ്പം അവർക്ക് ഈ ആഫ്രിക്കൻ പ്ലെയേഴ്സാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ക്യാമറയെ പോലത്തെ പ്ലെയേഴ്സുണ്ട്. ക്യാമറയുടെ സാന്നിധ്യം തന്നെ ആ ടീമിന് വളരെ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. കാരണം അപാരമായ ഗോളുകൾ നേടാൻ പറ്റുന്ന പ്ലെയറാണ്. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ വളരെ 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 മനോഹരമായ ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പിന്നെ അവരുടെ ഈ പറഞ്ഞ പോലെ അവരുടെ കോച്ച് വെനസ്വേല ടീമിനെ നമുക്കറിയാമല്ലോ 2011 കോപ്പ അമേരിക്കയിൽ സെമി ഫൈനൽ വരെ എത്തിച്ച ഒരു കോച്ചാണ്. ആ കോച്ചിന് അതിൻ്റെതായ തന്ത്രങ്ങൾ ഉണ്ടാവും. അപ്പം പുള്ളിയും എനിക്ക് തോന്നുന്നു വളരെ സന്തോഷവാനായിരിക്കും. കാരണം ഇത്രയും ടാലൻറ്റഡ് ആയ
കുറേ ആൾക്കാർ ആ ഭാഗത്താണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടീമിനെ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. അവരുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് നമ്മുടെ മേഖലയിലെ സദേൺ റീജിയനിൽ നിന്നും ഈ നമ്മുടെ നോർത്തേൺ റീജിയനിൽ നിന്നൊക്കെ വരുന്നതിനെക്കാട്ടിയും വളരെ ഫൈറ്റിംഗ് സ്പിരിറ്റാണ് അവർ, ഡെഡിക്കേഷനുമാണ് ഫുട്ബോളിനോട് കാണിക്കുന്നത്. ആ ഡെഡിക്കേഷനും ഫുട്ബോളും അവർ ഗ്രൗണ്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കാണിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു പ്രത്യേക ഡെഡിക്കേഷനും ഫൈറ്റിംഗ് സ്പിരിറ്റുമാണ് ഈ നോർത്ത് ഈസ്റ്റ് സൈഡിൽ വരുന്ന പ്ലേയേഴ്സ് കാണിക്കുന്നത്. അതെല്ലാം കൂടി ഇന്ന് ഗ്രൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാശിയേറിയ പോരാട്ടം തന്നെ കാണാം. തീർച്ചയായും ഈ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റിൻ്റെ നാഗാലാൻഡ്, ആസാം, മണിപ്പൂർ, സിക്കിം ഈ വലിയ പ്രദേശങ്ങളുടെ എല്ലാം ആകത്തുകയും ആകെ പ്രതീക്ഷയുമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നുള്ളത്. അവർക്ക് പരാജയപ്പെടാൻ മനസ്സുണ്ടാവില്ല എന്നുള്ളത് വസ്തുതയുമാണ്. ISL 2ാം സീസണിൽ ആദ്യ പോരാട്ടത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇറങ്ങും. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് എതിരാളികൾ. വാശിയേറിയ ഒരു മത്സരം തന്നെ ആരാധകർക്ക് ഇത്തവണയും പ്രതീക്ഷിക്കാം. കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ അനന്ത് കെ ജയചന്ദ്രനും ഒപ്പം ബിജേഷും ചേരുന്നു. ബിജേഷ്, ഇരു ടീമുകളും എത്തിയിട്ടുണ്ട്. സച്ചിൻ അല്പസമയത്തിനകം വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക? അരുൺ ഏകദേശം അല്പസമയത്തിനുള്ളിൽ സച്ചിൻ ഇവിടെ എത്തും. ഇതാണ് സച്ചിൻ കടന്നു പോകുന്ന സച്ചിൻ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കടന്നു പോകുന്ന വഴിയാണിത്. അവിടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആയിരങ്ങൾ ഇവിടെ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ വൻ പോലീസ് വൃന്ദങ്ങളും ഇവിടെ അണിനിരന്നിട്ടുണ്ട് സച്ചിൻ്റെ സുരക്ഷ ഒരുക്കുന്നതിനായി. ഒപ്പം തന്നെ ഇവിടുത്തെ KFA പ്രതിനിധികളെല്ലാവരും തന്നെ സച്ചിനെ സ്വീകരിക്കാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം KFAയുടെ പ്രസിഡന്റ് മേത്തറുടെ കാര്യങ്ങൾ നമ്മൾക്ക് ചോദിക്കാനുണ്ട്. അദ്ദേഹത്തിലേക്ക് ബിജേഷ് നമ്മളെ നയിക്കുന്നു. ബിജേഷ്, അരുൺ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിനകം സച്ചിൻ ഈ വഴി വരും. എന്തായാലും ഫുട്ബോളിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഒരു ബ്ലാസ്റ്റേഴ്സിനെ കേരളത്തിന് സമ്മാനിച്ചത് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ KFAയുടെ പ്രസിഡന്റ് KMI മേത്തർ. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ശ്രീ KMI മേത്തർ, ഇന്നത്തെ മത്സരം എങ്ങനെ നോക്കിക്കാണുന്നു? ഇന്നത്തെ മത്സരം വളരെ നല്ല മത്സരമായിരിക്കും. ഒന്ന് ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ വണത്തമാതിരി ഉള്ള ടീമല്ല, അതിനേക്കാളും ചെറുപ്പക്കാരും കൂടി അടങ്ങിയ ടീമായതുകൊണ്ട് നല്ല കളിയാവാനാണ് സാധ്യത. അവരും മറ്റവരും അങ്ങനെ തന്നെയാണ്, നോർത്ത് ഈസ്റ്റും. അതുകൊണ്ട് വളരെ നല്ല കളിയാവാനാണ് സാധ്യത. ജയവും തോൽവിയും ഫുട്ബോളിന് പറയാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ അത് വേറൊരു കാര്യം. പിന്നെ ഇതേവരെ പ്രകൃതി പോലും ഇതിന് അനുകൂലമായിട്ട് ഈ ടൂർണമെൻറ്റിന് വേണ്ടി പ്രകൃതി പോലും കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇതേവരെ മഴയൊന്നുമില്ല, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ടീമിൻ്റെ ഒരുക്കങ്ങൾ അവരെ സംബന്ധിച്ചോളം ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരും വളരെ കോൺഫിഡൻസിലാണ് ടീമിനെ കുറിച്ച്. അതുകൊണ്ട് പിന്നെ നിങ്ങളിവിടുത്തെ തിരക്കുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ല ഒരാവേശമുണ്ട്, ഇപ്പം തന്നെ ഉണ്ട്. ഒരുപാട് ആളുകൾ സ്റ്റേഡിയത്തിനകത്ത് കയറി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം കൊണ്ടും നമുക്കിനി ഇന്ത്യൻ ഫുട്ബോളിനും കേരള ഫുട്ബോളിനും ഈ ISL ഒരു നല്ല ഇതായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ തവണത്തെ മത്സരങ്ങൾക്ക് ശേഷം എന്ത് മാറ്റമാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് വരുത്തിയിട്ട്? ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് നിൽക്കണ വലിയ മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷെ മാറ്റം വരാൻ പോവാണ്. അണ്ടർ-17 വേൾഡ് കപ്പിന് ഫിഫയുടെ എല്ലാ സ്റ്റാൻഡേർഡും അനുസരിച്ചും 10-12 കോടി രൂപയിൽ ചിലവാക്കിയിട്ട് എല്ലാം ചെയ്യാൻ പോവാണ്. ഇപ്പം ഗ്രൗണ്ട് കഴിഞ്ഞ തവണത്തേലും സൂപ്പറാണ്. അതെല്ലാവരും സമ്മതിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രൗണ്ട്. അപ്പം അതുകൊണ്ട് മാറ്റങ്ങളൊക്കെ പ്ലേയേഴ്സ് റൂം മറ്റൊന്നും കഴിഞ്ഞ കൊല്ലത്തമാതിരി തന്നെയൊക്കെ ഇരിക്കുകയാണ്. എന്തായാലും KFA മേത്തർ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഇരുണ്ടുമൂടിയ മഴമേഘങ്ങൾ ഇന്നലെ ഇവിടെ പെയ്തിറങ്ങിയിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ മാറി ഇന്ന് പൂർണ്ണമായിട്ടും കളിക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഒരുങ്ങിയിട്ടുണ്ടെന്നറിയുന്നു. ഏറ്റവും കൂടുതൽ ആരാധകർ കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുന്നു. നേരത്തെ അനന്തം സൂചിപ്പിച്ച കാര്യം ഇത് തന്നെയാണ്. സച്ചിൻ കൂടി ഇവിടെ എത്തുമ്പോൾ ആരാധകർ ഒഴുകിയെത്തും. അതോടൊപ്പം ആരാധകർ എത്തുന്നതോടൊപ്പം തന്നെ കളി അതിൻ്റെ ആവേശത്തിലെത്തും. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തിൽ കുറഞ്ഞൊന്നും അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല. അനന്തു, എന്തായാലും നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത് തന്നെയാണ്. കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ചപ്പോൾ 1 ഗോളിനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് കേരളം തോൽക്കേണ്ടി വന്നത്. എന്തായാലും ഇത്തവണ അതിന് വലിയൊരു മാറ്റമുണ്ടാവും. സാധിക്കുമല്ലേ? ഇവിടെ കഴിഞ്ഞ വട്ടം പോലെ നമ്മൾക്ക് ആദ്യ സമയങ്ങളിൽ നമ്മൾക്കറിയാം, ആദ്യ പകുതിയിൽ ഗോൾ അടിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കളഞ്ഞു കുളിക്കുക, ഒപ്പം തന്നെ പ്രതിരോധത്തിലുള്ള വിള്ളൽ, അവയെല്ലാം അടച്ചുകൊണ്ടായിരിക്കും ഇവിടെ ഇപ്പോൾ ഇത്തവണ മോർഗൻ്റെയും മറ്റും സംഘം ഇവിടെ എത്തുന്നതെന്ന് നമ്മൾക്ക് വ്യക്തമാണ്. ക്രിസ് ഡഗ്നലും സാഞ്ചസ് വാട്ടും നമ്മൾക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തുമെന്നുള്ളത് ഉറപ്പാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇപ്പോൾ നമ്മൾക്കറിയാം, ഏകദേശം കുറച്ചു മുമ്പ് നമ്മൾ കണ്ട കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം അല്ല ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ കാണുന്നത്. വൻ ജനാവലിയാണ് സച്ചിനെ കാത്തു നിൽക്കുന്നത്. ഒപ്പം തന്നെ അധികം പ്രേക്ഷകരും നമ്മുടെ അധികം ആരാധകരും ഇപ്പോൾ തന്നെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു. അതാണ് നമ്മൾക്കിപ്പോൾ കാണാൻ കഴിയുന്നതും. അരുൺ, അനന്ത്,
സാധാരണ ആരാധക വൃന്ദങ്ങളിൽ ഒരു വലിയ വിഭാഗം കേരളത്തിൻ്റെ മാരക്കാനയിൽ നിന്ന് വരുന്നവരാണ്, മലബാർ മേഖലയിൽ നിന്ന്. ഇത്തവണ അവരുടെ ഒരു സാന്നിധ്യം എത്രത്തോളമാണുള്ളത്? കാരണം അത് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. തീർച്ചയായും അരുൺ, അത് പറയാൻ വിട്ടുപോയൊരു കാര്യം തന്നെയാണ്. ഇത്തവണയും മലബാറിൻ്റെ ഭാഗത്തുനിന്നും ഈ കേരളത്തിൻ്റെ മാർക്കാനയിൽ നിന്നും ഒരു കുറവും ആരാധകർക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾക്ക് മുമ്പിൽ കുറച്ചു മുമ്പ് നമ്മോടൊപ്പം വന്ന എല്ലാ പ്രേക്ഷകരും, നമ്മുടെ ലൈവ് അപ്പിയറൻസുകളിൽ പങ്കെടുത്ത എല്ലാ ആരാധകരും മലബാറിൽ നിന്നുള്ള ആരാധകരാണ്. ആ ആവേശമാണ് ഇപ്പോൾ എന്നെ തന്നെ ഇവിടെ മാറ്റി നിർത്തിയത്. അത് നമ്മൾക്ക് വ്യക്തമാണ്, എൻ്റെ രൂപത്തിൽ നിന്ന് അത് തന്നെ വ്യക്തമാണ്. അത്രത്തോളം ആവേശമാണ്. നമ്മൾ പോലും ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകനായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. മറ്റ് വിവരങ്ങൾ നമ്മൾ ബിജേഷിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ആരാധകരെ കുറിച്ച് പറയുമ്പോൾ മലബാറിൽ നിന്നുള്ള ആരാധകരെ കുറിച്ച് ബിജേഷ് ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അരുൺ, അനന്ത് ഇപ്പോൾ സൂചിപ്പിച്ച ഒരു വലിയ കാര്യം തന്നെയാണ്. നമുക്കറിയാം ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വലിയൊരു പരസ്യമുണ്ട്, മഞ്ഞയിൽ കുളിച്ചാടൂ എന്ന് പറയുന്ന ഒരു പരസ്യം. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ശരിക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും. എങ്ങ് നോക്കിയാലും ഒരു മഞ്ഞക്കടൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും മലബാറിൽ നിന്ന് മാരക്കാന, കേരളത്തിൻ്റെ മാരക്കാന എന്നറിയപ്പെടുന്ന മലബാറിൽ നിന്ന് ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ നിരവധി പേരാണ് ഇവിടെ കളി കാണാൻ എത്തിയിരിക്കുന്നതും കളി ആസ്വദിക്കാൻ എത്തിയിരിക്കുന്നതും. കാൽപന്ത് കളിയുടെ ഏറ്റവും നല്ല നിമിഷങ്ങൾക്കായാണ് അവർ ഇവിടെ കാത്തിരിക്കുന്നതും. അതിനുള്ള ഒരു മുഹൂർത്തം അല്പസമയക്കകം വന്നു ചേരുമെന്ന് തന്നെ അറിയുന്നു. അതോടൊപ്പം തന്നെ ക്രിക്കറ്റിൻ്റെ ദൈവമായ സച്ചിൻ ടെണ്ടുൽക്കർ ഇവിടെ എത്തും എന്നറിഞ്ഞ് നിരവധി ക്രിക്കറ്റ് ആരാധകരും അതോടൊപ്പം തന്നെ സച്ചിൻ്റെ ആരാധകരുമായിട്ടുള്ള നിരവധി പേരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതലെത്തിയ നിരവധി മലബാറിൽ നിന്നുള്ള നിരവധി പേരിന് നമുക്ക് ഈ കാഴ്ചകളിലൊക്കെ തന്നെ കാണാൻ സാധിക്കും. എവിടെയും ഒരു മഞ്ഞക്കടലായി നിൽക്കുന്നതിൽ ഒരു പകുതിയിലധികവും ആൾക്കാർ മലബാറിൽ നിന്നുള്ള കേരളത്തിൻ്റെ മാരക്കാന എന്നറിയപ്പെടുന്ന മലബാറിൽ നിന്നുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒഴിച്ചു നിർത്തിയിട്ട് കൊച്ചിക്ക് ഒരു ഫുട്ബോൾ ആഘോഷം ഉണ്ടാവില്ല. ആ ആഘോഷങ്ങൾക്കെല്ലാം തന്നെ ചുക്കാൻ പിടിക്കുന്നതും അതിനെല്ലാം തന്നെ നേതൃത്വം നൽകുന്നതും മലബാറിൽ നിന്നുള്ള ഈ കാൽപന്ത് കളിയുടെ കാൽപ്പനികതയ്ക്ക് എന്നും കൂട്ടുനിന്നിട്ടുള്ള ഈ മലബാറുകാർ തന്നെയാണ്. അവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരിക്കലും ഒരു ഫുട്ബോളിന് ഒരു ആവേശമുണ്ടാകില്ല. കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചിയിലെ ISL ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവേശങ്ങൾക്കെല്ലാം കൂട്ടുനിന്നതും എന്നും തോളോട് തോൾ ചേർന്ന് നിന്നതും ഈ മലബാറിൽ നിന്നുള്ള കാഴ്ചക്കാരും അതോടൊപ്പം തന്നെ കാണികളും തന്നെയാണ്. അതോടൊപ്പം കൊച്ചിയിലെ ആവേശത്തെയും ഒരിക്കലും കുറച്ചു കാണാൻ സാധിക്കുകയില്ല. ഇന്നലെ വൈകിട്ട് ഇവിടെ അന്തരീക്ഷം മാനം ഇരുണ്ട് മൂടി പെയ്തിറങ്ങിയപ്പോൾ പോലും ഇവിടെ ആവേശമായി അവർ ഉണ്ടായിരുന്നു. ആ കാഴ്ചകൾ മുഴുവൻ നമ്മളും കണ്ടത് തന്നെയാണ്. ഇന്നലെ ഇവിടെ മഴ പെയ്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും പരിശീലനം മുടങ്ങിയെങ്കിലും ആ ആവേശങ്ങൾക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഇരുമുട്ട് മൂടിയ മാനത്ത് നിന്നും പെയ്തിറങ്ങിയ മഴമേഘങ്ങൾക്കെല്ലാം തന്നെ ഒരു മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. മഞ്ഞയിൽ കുളിച്ചാടാൻ എന്തായാലും ഈ ആഘോഷങ്ങൾക്കെല്ലാം തന്നെ കൂട്ടുനിൽക്കുന്നതിനായിട്ട് കേരളത്തിൻ്റെ മലബാറിൽ നിന്നുള്ള കേരളത്തിൻ്റെ ഫുട്ബോളിൻ്റെ മാരക്കാന എന്നറിയപ്പെടുന്ന മലബാറിൽ നിന്നുള്ള നിരവധി കാണികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഒഴിച്ചു നിർത്തി കൊച്ചിക്ക് ഒരു ഫുട്ബോളില്ല. അതോടൊപ്പം തന്നെ ഈ 63,000-ഓളം കാണികളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഈ കൊച്ചിയിൽ നിന്നും അവർക്ക് മാറി നിന്നുകൊണ്ട് ഒരു ആഘോഷം ഉണ്ടാകില്ല. കേരളം തോറ്റാലും ജയിച്ചാലും എന്തായാലും ഈ മഞ്ഞയിൽ കുളിച്ചാടി നിൽക്കുന്ന ഈ കൊച്ചിയുടെ അന്തരീക്ഷത്തിൽ നിന്നും മാറി നിൽക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ആഘോഷത്തിന് ഇവർക്ക് മലബാറിൽ നിന്നും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള ഈ കാഴ്ചക്കാരെ മാറ്റി നിർത്തിക്കൊണ്ടൊരിക്കലും കേരളത്തിന് ഒരു ഫുട്ബോൾ ആഘോഷം ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ നിൽക്കുന്ന ആരാധകരോട് തന്നെ ചോദിക്കാം, ഇത്തവണത്തെ കേരളത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം എങ്ങനെയുണ്ടാവും? എത്ര ഗോളിന് കേരളം ജയിക്കും? എഴുതി വെച്ചുറപ്പിച്ചതുപോലെ ഇവർ ഇവിടുന്ന് വിളിച്ചു പറയുന്നു 2-0 കേരളം ജയിക്കുമെന്ന്. കാരണം കേരളത്തിൻ്റെ ഫുട്ബോൾ ആഘോഷങ്ങൾക്ക് അതോടൊപ്പം കേരളത്തിൻ്റെ കളിക്ക് അത്രത്തോളം വിശ്വാസ്യത നേടിയിരിക്കുന്നു. എന്തായാലും കേരളം അത് മാരക്കാനിയായിട്ടുള്ള മലബാറിൽ നിന്ന് വന്ന ആരാധകർ കേരളത്തിന് 2-0 വിജയം ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നു. എന്തായാലും കളിയെക്കുറിച്ച് കൂടുതൽ പറയാൻ, കളിയുടെ മറ്റ് സാങ്കേതിക വശങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാൻ നമ്മോടൊപ്പം അനന്തമുണ്ട്. അനന്തു, എന്തായിരിക്കും കളി അടുത്ത നിമിഷങ്ങളിൽ ഈ ഗ്രൗണ്ടിനകത്ത് മഞ്ഞയിൽ കുളിച്ചാടുന്ന ഒരു അന്തരീക്ഷത്തിന് നടുവിൽ ഈ ഗ്രൗണ്ടിൽ ഏത് രീതിയിലായിരിക്കും കേരളത്തിൻ്റെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെയും കളി പുരോഗമിക്കുക? തീർച്ചയായും ഇവിടെ നമ്മൾക്ക് ലൈനപ്പ് ഏകദേശം വ്യക്തമായിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ മുമ്പേ ബിജേഷ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഒരു ലൈനപ്പ് എന്താണെന്ന്. പക്ഷേ ഇതുവരെയും കേരളത്തിൻ്റെ ലൈനപ്പ് എന്താണെന്നോ കേരളത്തിൻ്റെ കളിയുടെ ഗതി, കളിയുടെ ടാറ്റിക്സ് എന്താണെന്നോ ഇതുവരെ നമ്മുടെ പരിശീലകനായ മോർഗൻ അത് പറയാൻ ഇവിടെ തയ്യാറായിട്ടില്ല. അതിനർത്ഥം
വളരെ ആരാധകരെ ത്രസിപ്പിക്കാനൊരുങ്ങുന്ന ഒരു ടാറ്റിക്സും ഒരു കളി അഴകും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കാഴ്ചവെക്കുമെന്ന് നമ്മൾക്കറിയാം അരുൺ. അതുതന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നതും. നമ്മൾക്കറിയാം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന പരിശീലന മത്സരത്തിൽ പോലും അത്രത്തോളം സുരക്ഷയുണ്ടായിരുന്നു. തങ്ങളുടെ രഹസ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ഒരു ഇംഗ്ലീഷ് ക്ലബിനേക്കാളും കൂടുതൽ അത്രത്തോളം സൂക്ഷ്മമായി അവർ കാര്യങ്ങൾ ചെയ്തിരുന്നു. അത്രത്തോളം വളരെ സൂക്ഷിച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം വളരെ മികച്ച ഒരു ടാറ്റിക്സ് ട്രെയിലറിൻ്റെയും മോർഗൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകാം. അവർക്കൊപ്പം കളിക്കാൻ അവർക്കൊപ്പം കളിച്ചിട്ടുള്ള അവർക്കൊപ്പം പരിശീലിച്ചിട്ടുള്ള താരങ്ങൾ തന്നെയാണ് ഇന്ന് കേരളത്തിൽ പലരും. കേരളത്തിന്റെ സ്വന്തം അനന്ത്, സച്ചിന്റെ വരവാണ്, സച്ചിൻ തെണ്ടുൽക്കറുടെ വരവാണ് ഇനി ഈ മിനിറ്റുകളിൽ പ്രേക്ഷകർ ആസ്വാദകർ ആവേശത്തോടെ കാത്തിരിക്കുന്നത്. ടീം ലൈനപ്പ് സംബന്ധിച്ച് വ്യക്തത ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോലും അറിയാൻ സാധിക്കുന്നത്. എബിൻ റോസ് കൂടി നമുക്ക് ന്യൂസ് റൂമിൽ ചേരുന്നുണ്ട്. എബിൻ, ഇത്തവണത്തെ കേരള ബ്ലാസ്റ്റേഴ്സും ഒപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ശക്തി ദൗർബല്യങ്ങൾ ഇരു ടീമുകളുടെയും. ശക്തി ദൗർബല്യങ്ങൾ എന്ന് പറഞ്ഞാൽ പീറ്റർ ടൈലറിൻ്റെ പരിശീലന രീതി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എങ്കിൽ, പക്ഷേ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയറാണ് എനിക്ക് നോർത്ത് ഈസ്റ്റേൺ യുണൈറ്റഡ് അവരാണ് കൂടുതൽ നല്ല കളിക്കാരുള്ളതായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. കാര്യം അവർ കഴിഞ്ഞ പ്രാവശ്യം വളരെ മികച്ച കളി ബ്ലാസ്റ്റേഴ്സിനെ 2 കളിയിലും, ഒരു കളിയിൽ ജയിക്കുകയും ഒരു കളിയിൽ ഡ്രോ ആവുകയും ചെയ്തു. അതുകൊണ്ട് മാനസികമായിട്ടൊരു ആധിപത്യം അവർക്കുണ്ടാവും. പിന്നെ അവർക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോയ ഹെങ്ബർട്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ ശക്തി ദുർഗായിരുന്ന ഹെങ്ബർട്ടും സന്ദേശ് ജിങ്കാനും. അതിൽ സന്ദേശ് ജിങ്കാൻ ഇന്ത്യൻ ടീമിലോട്ട് പോവുകയാണെങ്കിൽ ഹെങ്ബർട്ട് നോർത്ത് ഈസ്റ്റിന് കളിക്കാൻ പോയി. ഇത് ശരിക്കും നോർത്ത് ഈസ്റ്റിന് നൽകുന്ന അഡ്വാൻറ്റേജ് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ നമ്മളെടുത്ത പ്ലെയേഴ്സിന് താരതമ്യേന ഞാൻ ISLൻ്റെ പ്രിപ്പറേഷന് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കണ്ടതായിരുന്നു. എതിർ ടീം ദുർബലമായതുകൊണ്ടാണോന്ന് അറിയില്ല, അവരുടെ മാച്ച് അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല. നമ്മൾ അത്രത്തോളം ഒരു നിലവാരത്തിലേക്ക് ഉയർന്നിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ശരിക്കും നോർത്ത് ഈസ്റ്റ് വെനസ്വേല എന്ന സാധാരണക്കാരെ ഒരു ടീമിനെ സെമിയിലെത്തിച്ച ഒരു കോച്ചും വളരെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിച്ച് പരിചയസമ്പന്ന കമാറയെ പോലുള്ള കളിക്കാരും ഉള്ളത് തീർച്ചയായിട്ടും അവർക്കൊരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട്. യെസ്, മറ്റൊന്ന് ഏറ്റവും ശ്രദ്ധേയമായത് ടീമുകളുടെ അഴിച്ചുപണി സംബന്ധിച്ചാണല്ലോ. കാരണം ഇത്തവണ ഒരു ഹ്യൂമേട്ടൻ കേരളത്തിനില്ല എന്നുള്ളതാണ്. അദ്ദേഹം കൊൽക്കത്തയിലേക്ക് പോയി, പകരം മുഹമ്മദ് റാഫി കേരളത്തിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ്. ഈ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് 2ാം നിര താരങ്ങളുമായാണ് വന്നത് എങ്കിലും നമ്മുടെ കളി ആസ്വാദനത്തെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലേക്ക്, ആ നിലവാരത്തിലേക്ക് അവർ എത്തി എന്നുള്ളത് വസ്തുതയാണ്. ഇത്തവണ ഹ്യൂമിന് പകരക്കാരൻ ആരാണ് എന്ന ചോദ്യം സജീവമായി ഉണ്ടായിരുന്നു. എബിൻ, താങ്കൾ ആരെയാണ് കാണുന്നത്? മലയാളി താരം റാഫി അടക്കം 3 പേർ പരിഗണനയിലുണ്ട്, ആ ലിസ്റ്റിലുണ്ട്. അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ഒരു കളിക്കാരൻ എന്തായാലും ഉണ്ടായില്ല. കാര്യം നമ്മൾ മത്സരം കണ്ടാണ്. ഹ്യൂം എന്ന കളിക്കാരൻ വളരെ എനർജറ്റിക് ആയിരുന്നു, വളരെ ക്രിയേറ്റീവായിട്ട് എല്ലാ കോർട്ടിൻ്റെ എല്ലാ മേഖലയിലും ഓടിക്കളിക്കുന്ന ഒരു കളിക്കാരനാണ്. ആ തലത്തിൽ ഉയരാൻ കഴിവുള്ള ഒരേ ഒരു താരം സാഞ്ചസ് വാട്ടാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ശരിക്കും അതിൻ്റെ കുറവ് അനുഭവിക്കാൻ പോകുന്ന സ്റ്റുവർട്ട് പിയേഴ്സൺ എന്ന മിഡ്ഫീൽഡ് താരമാണ്. ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റുവർട്ട് പിയേഴ്സൺ എന്നുള്ള ഒരു താരത്തിൻ്റെ വരവ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് മിഡ്ഫീൽഡ് ഒരു ആധിപത്യം നൽകുകയും മറ്റുള്ള മത്സരങ്ങൾ മുന്നോട്ട് പോകുകയും ചെയ്യിച്ചു. എനിക്ക് ഹ്യൂമേറ്റിനേക്കാളും കൂടുതൽ ബാധിക്കുക സ്റ്റുവർട്ട് പിയേഴ്സൻ്റെ കുറവായിരിക്കും. പക്ഷേ ആ നിലവാരത്തിലെത്താൻ സാഞ്ചസ് വാട്ടിന് മാത്രമേ കഴിയുള്ളൂ മുന്നേറ്റം നൽകി. പക്ഷേ പിയേഴ്സൻ്റെ കുറവ് പുൽഗയ്ക്ക് നികത്താൻ കഴിയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ പ്രാവശ്യത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ടീം സ്ട്രഗിൾ ചെയ്യും. ഒരു കേളി ശൈലി എങ്ങനെയാണ് ഇത്തവണ ടീമിനെ ഫോം ചെയ്തിരിക്കുന്നതെന്ന് താങ്കൾക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ട്? പ്രത്യേകിച്ച് ഈ പ്രതിരോധത്തിൽ ഊന്നിയുള്ള ഒരു ആക്രമണ ശൈലി ആയിരിക്കുമോ ഉണ്ടാവുക? എങ്ങനെയാവും എന്നാണ് കരുതുന്നത്? നമ്മളിവിടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അവരെ പ്രിപ്പറേഷൻ മാച്ച് കണ്ടതാണ്. അവർ കളിക്കുന്ന 4-2-3-1 ആ ഒരു ശൈലിയിലാണ് കളിച്ചത്. മാർക്കസ്, സന്ദേശ് ജിങ്കാൻ, പീറ്റർ റമേഗെ അങ്ങനെയുള്ള കളിക്കാരാണ് കളിച്ചത്. അതിൽ സന്ദേശ് ജിങ്കാൻ ഇല്ല. അപ്പോൾ ശരിക്കും ഡിഫൻസിൽ പീറ്റർ റമേഗ എന്ന് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പരിചയസമ്പത്ത് മുഴുവൻ ഉപയോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കളി കാഴ്ചവെക്കുകയും മാത്രമേ ഡിഫൻസ് സ്ട്രോങ് ആവുകയുള്ളൂ. നമുക്കത് കണ്ടു തന്നെ ഇരിക്കുന്ന വിശ്വാസം. സന്ദേശ് ജിങ്കാൻ്റെ കുറവ് വളരെ അധികം ബ്ലാസ്റ്റേഴ്സിനെ ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ ടീമിലേക്ക് പോയ തീർച്ചയായും. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു താരത്തിൻ്റെ മുഹമ്മദ് റാഫിയെ സംബന്ധിച്ചാണ്. കാരണം കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയിൽ അത്ര നല്ല നാളുകളായിരുന്നില്ല. 12 മത്സരങ്ങൾ അല്ലേ, 12 മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന് തോന്നുന്നില്ല, ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഹോം ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വന്നത് തറവാട്ടിലേക്ക് കയറുമെന്ന അവസ്ഥയാണ് ഇപ്പോൾ തോന്നുന്നത് എന്നാണ്. ഏറ്റവും ഭാഗ്യവാനായ പ്ലെയർ ഞാനാണ് എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു പ്രവചനമൊന്നും സാധ്യമല്ല എങ്കിൽ പോലും റാഫിയിൽ നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സദസ്സിൽ
CS സാബിത്തിനെ കുറിച്ച് ഇതേ ഒരു ചോദ്യം എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ അന്നും പറഞ്ഞത് സാധ്യത കുറവാണ്, നമുക്ക് അധികം പ്രതീക്ഷ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് അത് കേരള താരം എന്നുള്ളതിൽ മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയാം, റാഫിയുടെ കേസിൽ അതേ ഇത് തന്നെയാണ്. റാഫിയേക്കാളും കൂടുതൽ പെർഫോം ചെയ്ത വിനീതായിരിക്കും, CK വിനീതായിരിക്കും. എന്തായാലും ISL രണ്ടാം സീസണിൽ ആദ്യ മത്സരത്തിന് പോരാട്ടത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ എന്തൊക്കെ മാറ്റങ്ങളാണ് ടീമിൽ ഉണ്ടാവുക? ടീം ശക്തി പ്രാപിച്ചിട്ടുണ്ടോ അതോ കഴിഞ്ഞ തവണത്തെ ആ ടീമിൻ്റെ നിഴലിലാണോ ഇത്തവണ ഉള്ളത്? മറുഭാഗത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന വടക്ക് കിഴക്കൻ ഭാഗങ്ങളുടെ മേഖലയുടെ ശക്തമായ ടീം എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ എതിരിടുക എന്ന ചോദ്യങ്ങളടക്കം വളരെ സജീവമായി നിൽക്കുന്നു. ഷർമി, ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലടക്കം പരിശീലന മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും നേരത്തെ പോയി കണ്ടിരുന്നോ? ഇനി വരുന്ന മത്സരങ്ങൾ ഏതെങ്കിലും കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിലവിൽ പോയി കണ്ടിരുന്നില്ല, പക്ഷെ കാണാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വെച്ച് നടക്കുന്ന ഇത്രയും വലിയൊരു കോമ്പറ്റീഷനിൽ കേരളത്തിലെ താരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് കളിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും വിലയിരുത്തലും. അതുപോലെ തന്നെ കേരളത്തിൽ വെച്ച് സച്ചിൻ്റെ സാന്നിധ്യം കേരളത്തിലെ യുവതലമുറയ്ക്ക് വലിയൊരു പ്രചോദനം തന്നെയാകുമെന്നതിൽ ഒരു സംശയവുമില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിനെ വെച്ച് നോക്കുമ്പം നാഷണൽ പ്ലെയേഴ്സിന് നമുക്ക് അത്ര ഫുട്ബോളിൽ അത്ര കഴിവുള്ളവരാണെന്ന് തോന്നുന്നില്ല. എങ്കിൽ തന്നെയും ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഒരു ഫുട്ബോൾ ഈവൻസിൽ മാക്സിമം ഇന്ത്യൻ ടീമിലുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ വെച്ച് കളിപ്പിക്കാൻ പാടില്ലെന്നാണ്. ഇന്ത്യൻ ഫുട്ബോളിൽ ഇതാക്കാത്ത നിയമം നടപ്പിലാക്കണം എന്നായിരിക്കും. കഴിഞ്ഞ തവണ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവർക്ക് പാളിയത് ഈ മേഖലയിലായിരുന്നല്ലേ അല്ലേ? കൂടുതലും തദ്ദേശീയരായ താരങ്ങളെ ഒരു തരത്തിൽ ഷർമി പറഞ്ഞ നല്ലതാണ്. ടീമിനെ സംബന്ധിച്ച് അത് വളരെ, ടീമിനെ സംബന്ധിച്ചല്ല പ്ലെയേഴ്സിനെ സംബന്ധിച്ച് നല്ലതാണ്. കേരളത്തിൽ തന്നെയാണെങ്കിലും ഇന്ത്യയിൽ തന്നെയാണെങ്കിലും എത്രയോ യുവതലമുറകൾ ഇനി വളർന്നു വരാൻ കിടക്കുന്നു, ഫുട്ബോളിലാണെങ്കിലും മറ്റ് ഈവൻസിലാണെങ്കിൽ പോലും. പക്ഷെ അവർക്ക് അവരെ അർഹിക്കുന്ന അത്ര അംഗീകാരം കൊടുക്കണില്ല പലപ്പോഴും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് കിട്ടണമെന്നാണ് ഞാൻ പറയണത്. എനിക്ക് ഷർമി പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഷർമി ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ സംസാരിച്ചത് കബഡീനെ ആ ഒരു തലത്തിലെ ഉദ്ദേശിച്ചിട്ടാണ്. ഇവിടെ നമുക്ക് രണ്ട് ഈക്വൽ അല്ല, വളരെ വ്യത്യസ്ത ഇതിലാണ് കിടക്കുന്നത് ഫുട്ബോളും കബഡിയും. ഇപ്പോൾ കബഡിയിൽ നല്ലൊരു പെർഫോമൻസ് കാണിക്കാൻ ഇന്ത്യൻ പ്ലേയേഴ്സിന് പറ്റും, ഇന്ത്യയിലെ ആൾക്കാർ കാണിക്കാൻ പറ്റും. പക്ഷേ അതുപോലെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഞാനും എബിനും ആ ഒരു അഭിപ്രായത്തോട് എബിനും യോജിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ലീഗ് തന്നെ വിജയിക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് അത് വിജയിച്ചില്ല? എല്ലാ ഇന്ത്യൻ പ്ലേയേഴ്സാണ് കളിച്ചത്. കബഡി ലീഗിനെക്കാട്ടി എത്രയോ മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ത്യൻ ലീഗ്. അത് തീരെ പരാജയം AFF ഇപ്പോഴും സമർത്ഥിക്കുന്നത് അത് വിജയമാണെന്ന്. പക്ഷേ നമ്മളെ പോലത്തെ അറിയാം ഇപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലായത്, എത്രത്തോളം പരാജയമായിരുന്നു എന്ന്. ISL തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ എത്രത്തോളം പരാജയമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ഞാനൊരു സാധാരണ ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് സംസാരിക്കുന്നതാണ്. കാരണം നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് പുറത്തുനിന്ന് വന്ന് കളിക്കുന്ന പ്ലേയേഴ്സിന് പലർക്കും അറിയത്തില്ല. അപ്പോൾ ഒരു കളി കണ്ടിരിക്കുന്ന ഒരാളുടെ വിലയിരുത്തൽ എന്ന് പറയുമ്പം അറിയത്തില്ലാത്ത ആളുടെ കളി കാണാൻ നമ്മൾ ഒരിക്കലും അങ്ങനെ ശ്രമിക്കാറില്ല. പിന്നെ ഇവൻറ്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് നമ്മൾ കളി കാണുന്നു, രണ്ടും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനൊരു സാധാരണ ഒരു ജനങ്ങളുടെ ഇടയിൽ നിന്ന് സംസാരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വിലയിരുത്തൽ ഇന്ത്യൻ താരങ്ങളെ മാക്സിമം അവർക്ക് കൂടുതൽ ചാൻസ് കൊടുക്കുക. ചാൻസ് കൊടുത്തു കഴിയുമ്പോഴേ അവർ വളർന്നു വരുള്ളൂ. ഒരു കായിക താരം വളർന്നു വരണമെങ്കിൽ അവർക്ക് മാക്സിമം പ്രാക്ടീസും അവർക്ക് അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും കൊടുക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ, എങ്കിലേ സക്സസ് ആവത്തുള്ളൂ. ഇവനിപ്പോൾ മലയാളികൾ നമുക്ക് വിശാലമായ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ CK വിനീതുണ്ട്, രഗ്നേഷ് ഉണ്ട്, നമ്മുടെ മുഹമ്മദ് റാഫി ഉണ്ട്, അങ്ങനെ ആ നിരയിലേക്കുണ്ട്. പക്ഷേ ഇതിൽ നേരത്തെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, ഇന്ത്യൻ താരങ്ങൾ കൂടുതൽ അവസരമാണ്. പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ടീം സ്ട്രഗിൾ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ചസ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ തന്നെ കണ്ടാലറിയാം, ക്രിക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രിക്കറ്റിന് ഇൻ്റർനാഷണൽ മാച്ചിന് മാത്രമാണ് പ്രാധാന്യം. ഇവിടെ രഞ്ജി ട്രോഫി കളിക്കുന്ന എല്ലാ മാച്ചും കളിക്കുന്നു. പക്ഷേ എത്രത്തോളം കാണികളുണ്ട്, എത്രത്തോളം പബ്ലിസിറ്റി ഉണ്ട് നമ്മൾ കണ്ടറിയുന്നതാണ്. ഇവിടെ വരുന്നത് ശരിക്കും ഇന്ത്യൻ ഫുട്ബോളിന് ഈ ISL ഒരു വളരെ പ്രയോജനപ്പെടുന്ന കാര്യം. നമുക്ക് വിദേശത്ത് കളിക്കാൻ കിട്ടുന്ന ഏറ്റവും മികച്ച അവസരം, അതും നല്ല നിലവാരത്തിൽ കളിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു അവസരമാണ്. നമ്മള് പ്രാദേശികത ഇപ്പൊ പറയാനായിട്ടില്ല, ഒരു 4-5 വർഷം ഇപ്പൊ നമ്മളെ സീക്കോ പറഞ്ഞ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഇന്ത്യൻ താരങ്ങൾ വിദേശികളോടൊപ്പം കളിക്കുമ്പോൾ അവരെ നിലവാരത്തിൽ എത്തുന്നുണ്ട് ഏകദേശം. പക്ഷേ ഇന്ത്യൻ താരങ്ങൾ തമ്മിൽ കളിക്കുമ്പോൾ അവർ താഴെ ലോ സ്റ്റാൻഡിൽ പോകും. അപ്പൊ ഇത് കമ്പയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ 4-5 വർഷം കഴിയുമ്പോൾ ഇതുപോലെ എണ്ണം കുറയ്ക്കുക, യൂറോപ്യൻസിന്റെ എണ്ണം കുറച്ച് ഇന്ത്യക്കാരെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ നിലവാരം ഇതിലോട്ട് എത്തും.
അതുകൊണ്ട് രണ്ടിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതെ, അതിന് ഒരുപക്ഷെ വർഷങ്ങൾ തന്നെ വേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ. നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രധാന ശാപം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മാച്ചസിനെക്കാളും ക്ലബ് മാച്ചസിനാണ്. ഇപ്പം ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാന്റെയും തലപ്പത്തിരിക്കുന്നവരാണ് നിയന്ത്രിക്കുന്നത്. അത് കാരണം ഇന്ത്യ ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ചസ് കളിക്കുന്നില്ല. ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ചസ് കളിച്ചാലേ നല്ല ടീമായിട്ട് കളിച്ചാലേ നമ്മുടെ ശക്തി ദൗർബല്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഇത് ഒരു സാഫ് കപ്പോ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ടോ അതിനുവേണ്ടി ഒരാഴ്ച രണ്ടാഴ്ച തട്ടിക്കൂട്ടുന്ന ഒരു ടീമാണ്. അപ്പം നമുക്ക് വിദേശ താരങ്ങളുമായിട്ട് കളിക്കാൻ അവസരം കിട്ടുന്നില്ല. അപ്പോൾ ഇതൊരു വലിയൊരു അവസരമാണ്. അതും മികച്ചതാണ്. ലോകത്തിലെ താരങ്ങൾക്കെതിരാണ്. ഫുട്ബോളും മറ്റുള്ള കായിക കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കളിക്കുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ. അപ്പോൾ അതൊരു എല്ലാവർക്കും ഒരു വികാരമാണ് ആ ഫുട്ബോളിൽ ഒന്നാം സ്ഥാനത്ത് എത്തണം. ഇപ്പോൾ ഒളിമ്പിക്സിൽ തന്നെ 100 മീറ്ററിൽ ആണ് ഗ്ലാമർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് ഫുട്ബോളിനും അതേ പ്രാധാന്യം വേണം, ഫുട്ബോളിലെ മെഡലിനും. അപ്പം അത്രത്തോളം പോപ്പുലറൈസ്ഡ് ആയ ഒരു ഗെയിമാണ് ഫുട്ബോൾ. അപ്പോൾ അതിൽ സ്ഥാനം നേടണമെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ മാച്ചസ് കളിക്കണം. ആ മാച്ചസിനൊക്കെ ഉള്ള അവസരമാണ് ഈ ISL വഴി താരങ്ങൾക്ക് കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ആ പോയിന്റിൽ നിന്ന് ഈ വിദേശ താരങ്ങളുമായി ഇടപഴകുകയും അവിടെ നിന്ന് നമ്മുടെ കളി നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ISL-നെ സംബന്ധിച്ച് കേട്ടുവന്നത്. അങ്ങനെ ഇന്ത്യൻ താരങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിൽ മത്സരിക്കുക, അപ്പോൾ യൂറോപ്യൻ വേഗതയാണെങ്കിലും ആ ചടുലതയാണെങ്കിലും ഒക്കെ സ്വാംശീകരിക്കുക എന്നുള്ളതായിരുന്നു വസ്തുത. ഇവിടെ നിലവിലെ നമ്മുടെ പരിശീലകനെ സംബന്ധിച്ച് അത് എത്രത്തോളം വിജയകരമാണ്. കാരണം ഈ രണ്ടാം നിരയിൽ നിന്ന് ഒരു ഒന്നാം നിരയെ വാർത്തെടുക്കാൻ മിടുക്കനാണ് നിലവിലെ പരിശീലകൻ എന്നാണ് പറയുന്നത്. ഇതുവരെ അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 മിനിറ്റെങ്കിലും കളി കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് തന്ത്രമെന്ന് പറയാൻ പറ്റൂ. എങ്കിലും നിലവിൽ ഈ പരിശീലന മത്സരമൊക്കെ ഗ്രീൻഫീൽഡിൽ വെച്ച് നടന്നല്ലോ, അത് കണ്ടിട്ട് എങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു അദ്ദേഹം എല്ലാ കളിക്കാർക്കും അവസരം കൊടുത്തൊരു പരീക്ഷണം നടത്തിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എതിരാളികൾ അത്രത്തോളം ശക്തരായിരുന്നില്ല. അപ്പോൾ എല്ലാ കളിക്കാരും അവസരത്തിൽ ഏത് കളിക്കാരൻ പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ച് അവരൊരു സിസ്റ്റം. പക്ഷേ നമ്മൾ കണ്ടത് വളരെ ചുരുങ്ങിയ ഒരു പീരീഡാണ്. ഈ പീരീഡിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തേക്കാളി കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എല്ലാവരും നമ്മുടെ ഏജ്ഡായ പിറസിനെ പോലുള്ള കളിക്കാർ വന്നു. പക്ഷേ ഇപ്രാവശ്യം കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ സീനിയർ പ്ലേയേഴ്സ് ആണെങ്കിൽ തന്നെ അവർ ഫിസിക്കലി ഫിറ്റാണ്. അവർ കളിക്കാൻ ആവേശത്തോടു കൂടിയാണ് സമീപിക്കുന്നത്. അവർ തന്നെ നല്ല കളിക്കാരെ, മികച്ച കളിക്കാരെ അന്വേഷിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും പിന്നിലായി പോയ ടീമുകളാണ് ഇപ്രാവശ്യം കൂടുതൽ മികച്ച താരങ്ങളെ കൊണ്ടുവന്നത്. അപ്പം നമുക്ക് ഈ സിസ്റ്റത്തിനെ കുറിച്ച് അതായത് 1-2 ആഴ്ച കൊണ്ട് സിസ്റ്റം ഉണ്ടാക്കാൻ കഴിയില്ല. കിട്ടുന്ന പ്ലേയേഴ്സിനെ വെച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാം. നമുക്കിപ്പോൾ ഒരു ടീമിനെ ഇത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാര്യം വളരെ കുറച്ച് ഷോർട്ട് ടീം. അതിന് ഇടയ്ക്ക് തന്നെ ഇവിടെ ഇപ്പം മാച്ച് നടന്നതിൽ സന്ദേശ് ജിങ്കാനെയാണ് മെയിൻ പ്ലെയറായിട്ട് അവർ കളിപ്പിച്ചിരിക്കുന്നത്. സന്ദേശ് ജിങ്കാൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പോയി. അപ്പോൾ ആ ഭാഗത്ത് ആരുണ്ടാവും? അപ്പോൾ ഈ ഷോർട്ട് ടൈമിലെ പ്രിപ്പറേഷൻ ശരിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ട്രെവർ മോർഗൻ എന്നൊരു അസിസ്റ്റന്റ് കോച്ച് ഇന്ത്യൻ കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ പരിചയസമ്പന്നനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം പകരം ആരെ വയ്ക്കണമെന്ന്. അതുകൊണ്ട് അവിടെ ഒരു അഡ്വാൻറ്റേജ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടാൻ സാധ്യതയുണ്ട്. ശരിയാണ്. അതിനകത്ത് ഒരു കാര്യം, ഈ ക്രിസ് ഡഗ്നലൊക്കെ ഇപ്പോൾ അവിടെ തന്നെ കരാർ റദ്ദാക്കിയിട്ട് കേരളത്തിന് വേണ്ടി കളിക്കണമെന്ന് ഇങ്ങോട്ട് താല്പര്യം എടുത്ത് വന്നതാണ്. ഞാൻ നേരത്തെ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ബിനീഷ്, ഇവിടെ ഹ്യൂമിനാണ് ഒരു വലിയ ആരാധക വൃന്ദം ഉണ്ടായത്. അത് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തിരുന്നതാണ്. ഹ്യൂമിന് പകരക്കാരൻ എന്നത് സാങ്കേതികമായൊരു പദമാണ് എങ്കിൽ പോലും ആ പൊസിഷനിലേക്ക്, ആ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള നിയോഗിക്കപ്പെടുന്നവരായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആഴ്സണലിൻ്റെ യൂത്ത് അക്കാഡമിയിൽ കളിച്ചുള്ള സാഞ്ചസ് വാട്ട് അല്ലേ, സാഞ്ചസ് വാട്ട് ഉണ്ട്, പിന്നെ ഡഗ്നലുണ്ട്, പിന്നെ നമ്മുടെ മുഹമ്മദ് റാഫിയുണ്ട്. ഇപ്പം ഞാൻ ഈ ഫ്രണ്ട്ലി മാച്ചസ് കണ്ടതിൽ എനിക്ക് സാഞ്ചസ് വാട്ടിനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ നമ്മുടെ ഹ്യൂമിനെ എല്ലാവരും ഹ്യൂമായിട്ടെന്ന് പറയുന്നത് ഇപ്പോഴും പുകഴ്ത്തുന്നുണ്ട്, നല്ലൊരു പ്ലെയർ തന്നെയാണ്. പക്ഷേ ആ ഹ്യൂമ് ഈ വർഷത്തെ ഫസ്റ്റ് മാച്ചിൽ എന്താണ് സംഭവിച്ചത്? വലിയൊരു മത്സരമൊന്നും കാഴ്ചവെക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് ആ ഹ്യൂമായിട്ടൻ പോയതുകൊണ്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് തകർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ വിക്ടർ പുൾഗ ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 1-2 മാച്ച് മാത്രമേ വിക്ടർ പുൾഗ കളിച്ചിട്ടുള്ളൂ മിഡ്ഫീൽഡിൽ. പുള്ളി ഒരു ഡിസൈഡിങ് ഫാക്ടർ ആവാൻ സാധ്യതയുണ്ട് ഈ വർഷത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിൽ. കാരണം ഞാൻ ഇവിടെ നമ്മളിപ്പം കണ്ട ഫ്രണ്ട്ലി മാച്ചസ് ഒരു 3-4 മാച്ച് ഞാൻ കാണാൻ പോയിരുന്നു. നമുക്ക് ഇനിയിപ്പം മറ്റുള്ളവർ കാണുന്നതുകൊണ്ടാണോ ആ പ്രൊഫഷണലിസം കോച്ച് കണ്ടറിഞ്ഞ് ചെയ്താണോ അറിയില്ല, ഒരു പ്ലെയറും ഫുൾ ടൈം കളിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ 5 മാച്ച് കാണാൻ പോയതാണ്. ഒരു പ്ലെയറും ഫുൾ ടൈം കളിച്ചിട്ടില്ല. അതും ഇന്ന് കളിച്ച പ്ലെയർ അടുത്ത ദിവസം വേറെ പൊസിഷനിലാണ് കളിക്കുന്നത്. അത്രയും ഒരു കളിക്കാരൻ എന്നല്ല, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും കുറച്ച് നാളൊരു കോച്ചിങ് സൈഡിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ വളരെ അത്ഭുതത്തോടെ കാണുന്നുണ്ട്. ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ നേരിടുന്ന ഒരു ടീം, ഒരു പ്ലെയർ ഇന്ന് കളിച്ച പൊസിഷനിലല്ല നാളെ കളിക്കുന്നത്. ഞാൻ ഫസ്റ്റ് മാച്ച് കാണാൻ പോയപ്പോൾ ഞെട്ടിപ്പോയൊരു സംഭവം എന്ന് വെച്ചാൽ, ഇന്ത്യൻ ടീമിൻ്റെ കളി കഴിഞ്ഞ് തിരിച്ചെത്തിയ സന്ദേശ് ജിങ്കാൻ നമ്മുടെ എല്ലാവരും ഇന്ത്യക്കാരുടെയും കേരളക്കാരുടെ മനസ്സിലേക്ക് സൂപ്പർ സ്റ്റാർ ആയിരുന്നു. വന്ന് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി ബോൾ തട്ടി 5 മിനിറ്റ്സ് കൊണ്ട് ഫീൽഡിൻ്റെ വെളിയിലാക്കി കോച്ച്.
കാരണം നമുക്ക് അദ്ദേഹം ഉദ്ദേശിച്ചതിൽ നിന്നും വ്യത്യസ്തമായ 2-3 ടച്ചുകൾ അധികം എടുത്തു. അപ്പോൾ സൂപ്പർ സ്റ്റാർ എവിടെ ഇരിക്കുന്നു, കോച്ച് എവിടെ ഇരിക്കുന്നു, അതാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ക്രിക്കറ്റിനെ പോലെയല്ല ഈ ഫുട്ബോളിൽ വേൾഡ് ലെവലിൽ നടക്കുന്നത്. അവിടെ മാനേജർ തീരുമാനിക്കും ആര് എന്ത് ചെയ്യണമെന്ന്. അങ്ങനെയൊക്കെ താല്പര്യം ഔട്ടാണ്. എത്ര ഫേമസ് പ്ലെയർ ആയാലും എത്ര സൂപ്പർ സ്റ്റാർ ആയാലും വെളിയിലിരിക്കണം. ഇവിടെ അങ്ങനെ അല്ലല്ലോ നമ്മുടെ നാട്ടിൽ. ക്രിക്കറ്റിൻ്റെ ഇത് കൂടുതലായതുകൊണ്ട് ഒരു പ്ലെയറിനെ വെളിയിലാക്കിയാൽ ചിലപ്പം പ്രസിഡന്റ് കാരൻ വെളിയിലായി പോകും. ആ അവസ്ഥയാണ്. അതുപോലെയല്ല ഇവിടെ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സന്ദേശ് ജിങ്കാനെ 5 മിനിറ്റ് കൊണ്ട് കളത്തുനിന്ന് വെളിയിലാക്കുന്നു. തിരിച്ച് നേരെ ഡ്രസ്സിംഗ് റൂം പോകുന്നു. ഗ്രൗണ്ടിലേ ഇല്ല, ഡ്രസ്സിംഗ് റൂം പോകുന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുന്നു. നമ്മളാണെങ്കിൽ അവിടെ കരയിൽ ഇരുന്നിട്ട് കളി എന്താ ചെയ്തത്, അവനെ കുറേ വഴക്ക് പറഞ്ഞ് ഒന്നുമില്ല, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് നേരെ ഡ്രസ്സിംഗ് റൂം പോയി തിരിച്ച് വരുന്നു. നെക്സ്റ്റ് മാച്ചിൽ വരുമ്പോൾ അതേ സന്ദേശ് ജിങ്കാൻ്റെ വേറെ പൊസിഷനിൽ അതിമനോഹരമായിട്ട് കോച്ചിൻ്റെ ഇഷ്ടപ്പെട്ട പ്ലെയറായിട്ട് കളിക്കുന്നു. ഇതൊക്കെ അത്ഭുതപ്പെടുന്ന ഒരു സംഭവങ്ങളാണ്. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കുന്നതല്ല ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ സാധാരണ ഒരു മലയാളിക്കോ പന്ത് കളിക്കാരനോ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് ഈ വരുന്ന പ്രൊഫഷണൽ കോച്ചുകൾ ചിന്തിക്കുന്നത്. ഒരു 45 മിനിറ്റിൽ 4 ഫോർമേഷൻ കളിക്കുന്നു. അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നമുക്ക് ഒരു സിസ്റ്റം തന്നെ കളിക്കാൻ പറ്റുന്നില്ല. കറക്റ്റായിട്ട് കോച്ച് തരുന്ന ഒരു സിസ്റ്റം തന്നെ ഫോളോ ചെയ്യാൻ നമ്മുടെ പ്ലേയേഴ്സിന് പറ്റുന്നില്ല. ഒരു ഫ്രണ്ട്ലി മാച്ചിനിടയിൽ 45 മിനിറ്റിനിടയിൽ 4-5 സിസ്റ്റം മാറ്റുന്നു. ആ സിസ്റ്റം മാറ്റുന്നത് 26 പേരെയും കൊണ്ട് അദ്ദേഹം കളിപ്പിച്ചിട്ടുണ്ടാവും. സിസ്റ്റം മാറ്റിയിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ എതിർ ടീം തന്നെ അറിയുന്നത് സിസ്റ്റം മാറിയ കാര്യം. അതുപോലത്തെ മാറ്റങ്ങളാണ് വരുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എതിർ ടീമിന്റെ കോച്ചും അത്രയും ശക്തനാണ്, അവിടുത്തെ പ്ലേയേഴ്സും അത്ര ശക്തരാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ആര് വലുത് ആര് ചെറുത് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി, ഇപ്പം ഹ്യൂമിനെ പറഞ്ഞാൽ മതി, ഇതിൻ്റെ അകത്ത് ആ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഫോർമേഷൻ തന്നെ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പം ഹ്യൂമ് പോയത് കൊണ്ട് ഇപ്പം സാഞ്ചസ് വാട്ടാണ് ആ ടീമിൽ ഏറ്റവും മുഖ്യ പ്ലെയറാണ്. ആ പ്ലെയറിനെ എങ്ങനെ ബോൾ എത്തിക്കാൻ പറ്റും, ആ പ്ലെയറിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും. അതുപോലെ തന്നെ മികച്ച പ്ലെയർ റൈറ്റ് ഹാഫിലുണ്ടെങ്കിൽ ആ പ്ലെയറിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെയാണ് ഫോർമേഷൻ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹ്യൂമിൻ്റെ ഒരു വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം വെക്കാൻ പീറ്റർ പോൾഗയുണ്ട്, വാട്ടുണ്ട്, ഡഗ്നലുണ്ട്. യെസ്, എന്തായാലും ഇപ്പോൾ പന്തിൻ്റെ വീന്ദ്രൻ അദ്ദേഹം നമുക്കിപ്പം കൊച്ചിയിൽ ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പ്രതീക്ഷകൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോളുകൾക്ക് ജയിക്കും? കഴിഞ്ഞ വട്ടമെല്ലാം നമ്മുടെ കൈരളിയുടെ പ്രോഗ്രാമുകൾക്കെല്ലാം താങ്കൾ വന്ന് സഹകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കഴിഞ്ഞ വട്ടത്തെ കൂടി പ്രതീക്ഷകൾ ഈ വട്ടം എങ്ങനെ തിരിയുന്നു? ഈ വർഷം നമുക്കുള്ള പ്രതീക്ഷ നമുക്കൊരു ടീം സെറ്റായി വന്നു എന്നുള്ളതാണ്. കോച്ച് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. കളിയിൽ കളിക്കാർ മാത്രമല്ല, കളിയുടെ തന്ത്രങ്ങളും പ്രധാനമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ടീം ആളുടെ പ്രശസ്തിയിൽ മാത്രമല്ല, കളിയുടെ നന്മയിലും ആ ടീം മുന്നിലിട്ട് നിൽക്കുക. അതുകൊണ്ട് കേരള ടീമിന് നല്ല പ്രതീക്ഷയുണ്ട്. അതിന് പുറമെയാണ് ഈ ജനങ്ങൾ. ഈ കൊച്ചിയിലെ ജനങ്ങളെന്ന് പറയുന്നത് അവരുടെ ആവേശമുണ്ടല്ലോ, ആവേശം കളിയെ വല്ലാത്ത ഉന്നതതലത്തിലെത്തിക്കും. അവിടെ വിജയപ്രതീക്ഷയുണ്ട്. മറ്റേ ടീമിനെ അത്ര വില കുറച്ച് കാണണ്ട. അവർ ആഫ്രിക്കൻ പര്യടനത്തിൽ അവർ നല്ല കളി കളിച്ചവരാണ്. അവർക്ക് നല്ല ടീമെന്ന് പറഞ്ഞാൽ നല്ല ഡിഫൻഡേഴ്സ് ഉണ്ട്, നല്ല ഗോളിയാണ്, നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്, ഗോളടിക്കാൻ പറ്റിയ കളിക്കാർ അവർക്കുണ്ട്. അവരെ കളിക്കാർ നമ്മളെ കളിക്കാരെക്കാളും കേവന്മാർ ചില സമയത്താവും ഗോളടിക്കുന്ന കാര്യത്തിൽ. നമുക്ക് കഴിഞ്ഞവണ മത്സരത്തിലാകെ നമ്മൾ ഗോളടിയുടെ കാര്യത്തിൽ വളരെ പിറകിലായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് മാറണം. അങ്ങനെ മാറിയില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് ഇത്തവണ നമ്മൾ ജയിക്കും എന്നെൻ്റെ പ്രതീക്ഷ. എത്ര ഗോളെന്ന് ചോദിച്ചാൽ ആ ഗോളിൽ നിന്ന്, കാരണം കളിക്കാരുടെ ലൈനപ്പ് ഇപ്പം കണ്ടില്ല, ഒന്ന് കാണട്ടെ, കണ്ടതിന് ശേഷം പറയാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ മാർക്കിത്താരുമില്ല, അവരെ മാർക്കിത്താരുമില്ല. മറിച്ച് ഡിഫൻസിൽ വളരെ പ്രധാനമാണ്. സിംഗാനും നമ്മുടെ അടുത്തില്ല. അപ്പോൾ ഇല്ലെങ്കിലും നമുക്ക് ഇന്നത്തെ കളിയിൽ നമുക്ക് രക്ഷപ്പെട്ട് വരാൻ കഴിയുമെന്ന പൂർണ്ണ പ്രതീക്ഷയാണ്. കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് 1 തോറ്റ് 1 ഡ്രോ ആയി. ഇത്തവണ നമ്മൾ ജയിച്ചുകൊണ്ട് കളി ആരംഭിക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹ്യൂം നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ ഏറ്റവും പ്രധാനിയായ താരമായിരുന്നു. അദ്ദേഹം ഇന്ന് ഗാംഗുലിയുടെ ടീമിലേക്ക്, അത്ലറ്റിക്കോ ദി കൊൽക്കത്തയിലേക്ക് പോയി. തീർച്ചയായിട്ടും ആ വിടവ് നികത്താൻ നമ്മുടെ ക്രിസ് ഡഗ്നലിനും സാഞ്ചസ് വാട്ടിനും കഴിയുമോ? അല്ല, കഴിയണം. കാരണം ഹ്യൂമോട്ടന് വരുമ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ. നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പം ഹ്യൂമോട്ടനല്ലേ. ഹ്യൂമോട്ടനെ എല്ലാവരും ആർത്ത് വിളിച്ച് ഹ്യൂമോട്ടനാണ്. അദ്ദേഹത്തിൻ്റെ കാലിൽ പന്ത് കിട്ടിയാൽ കാലും പന്ത് തമ്മിലൊരു അസാധാരണമായ ടച്ചിങ്ങാണ്. അതിൽ കൂടെ അദ്ദേഹം പന്തുമായി പോകുമായിരുന്നു. ഒരു അസാധാരണ കളിക്കാരനായിരുന്നു. ഹ്യൂം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമുക്ക് മറ്റ് കളിക്കാരെ കൊണ്ട് അതിൻ്റെ ഹ്യൂമിൻ്റെ വിടവ് നിർത്താൻ കഴിയുന്ന പ്രതീക്ഷ. ഹ്യൂമിന് പകരം ഒരു പുതിയ ചേട്ടനെ നമുക്ക് വിളിക്കാം. നമുക്ക് നോക്കി ഏത് ചേട്ടനെ വിളിക്കാൻ പറ്റുമെന്ന്. നമുക്ക്
എന്തായാലും മിഡ്ഫീൽഡേഴ്സും ഫോർവേഡുമാണല്ലോ നമ്മളൊരു പ്രധാനപ്പെട്ട കരുത്ത്. അതിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഹ്യൂമിൻ്റെ വിടവ് നികത്താൻ കഴിയണം. കാരണം ഹ്യൂം നമ്മളെ കൂടി ഉണ്ടായിട്ടും നമ്മൾ തോറ്റുപോയല്ലോ, അത് ഉറപ്പല്ലേ. ഹ്യൂം കൂടി ഉണ്ടായിട്ടും നമ്മൾ ജയിച്ചു ചെന്നൈയോട്, പക്ഷെ അവസാനം കൽക്കത്തത്തിന് മുമ്പിൽ പോയി തോറ്റല്ലോ. അതുകൊണ്ട് ആ തോൽക്കുന്നതിന് കഴിഞ്ഞ നമ്മളത്തേക്കാളും വ്യത്യസ്തമായി കാണുന്നത് ഒരു കളിക്കാരൻ വെച്ചുകൊണ്ടല്ല, ടീം സ്പിരിറ്റിലാണ് വളരെ പ്രധാനമായിട്ട് കാണുന്നത്. ആ ടീം സ്പിരിറ്റിൽ നമുക്ക് കയറി വരാൻ കഴിയുന്നുള്ള പൂർണ്ണ പ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ വട്ടം നമുക്കറിയാം ഏതൊരു ഗെയിമാണെങ്കിലും ആരാധക പിന്തുണ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കേൾക്കാം. ആ ആരാധക പിന്തുണ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഈ ആരാധക പിന്തുണ എത്രത്തോളം കേരള ടീമിനെ സഹായിക്കും? ആരാധകരുടെ പിന്തുണയാണ് നമ്മുടെ കേരള ടീമിൻ്റെ ഏറ്റവും വലിയ ശക്തി. കാരണം ജനങ്ങളിങ്ങനെ ആർത്ത് വിളിക്കുമ്പോൾ ജനങ്ങളെ കാണേണ്ട കാര്യമില്ല, പക്ഷെ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കാർ അവരുടെ ആവേശത്തിൻ്റെ തേരിൽ അവരങ്ങ് പോകും. അതുകൊണ്ട് ആ കളി അത് തന്നെ നമ്മളെ ഈ ഗ്രൗണ്ടിൽ പ്രത്യേകിച്ചും ഈ ആരാധക വൃന്ദത്തിൻ്റെ ആവേശത്തിൽ നമുക്ക് കളിക്കാരൊരു ഓളം പോലെ കളിച്ചു പോവാം. അത് പെലെ പറഞ്ഞിട്ടുണ്ട്, എന്നെ പലപ്പോഴും ഒരു നല്ല കളി കളിക്കാൻ പ്രേരിപ്പിക്കുന്നത് എൻ്റെ ജനങ്ങളാണെന്ന്. അപ്പോൾ ജനങ്ങളെ ഒരു ശക്തി എന്ന് പറയുന്നത് അതൊരു വലിയ ടെലിപ്പതി പോലെ ഈ കളിക്കാരെയും ബാധിക്കും. അതുകൊണ്ട് നമുക്ക് വിജയത്തിനുള്ള കാരണം അതുകൂടിയാണെന്ന കാര്യം തർക്കമില്ല. തീർച്ചയായും അത് തന്നെയാണ് ഇവിടെ എല്ലാവർക്കും പറയാനുള്ളത്. വലിയ പ്രതീക്ഷയാണ് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിന് ഇവിടെ നമ്മുടെ എല്ലാ അതിഥികളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ, വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഇവിടെ എത്തും. സച്ചിൻ ടെണ്ടുൽക്കറുടെ ഏകദേശ സമയം ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ബിജേഷ് നമ്മളോടത് പറയും. സച്ചിൻ ടെണ്ടുൽക്കർ ഏകദേശം എപ്പോൾ പുറപ്പെട്ടു, എപ്പോൾ ഇവിടെ എത്തും, അത്തരത്തിലുള്ള വിവരങ്ങൾ ബിജേഷ്. 25ഓടുകൂടെ സച്ചിൻ ടെണ്ടുൽക്കർ ഇവിടെ എത്തും എന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ക്രിക്കറ്റ് ദൈവത്തെ കാത്തു തന്നെയാണ് ഈ നിൽക്കുന്ന ആരാധകർ മുഴുവൻ നിൽക്കുന്നതും. അവരുടെ പ്രതീക്ഷയെല്ലാം തന്നെ സച്ചിൻ വരും, അതിനുശേഷം കളിക്കളത്തിൽ ഒരു ആവേശമായി സച്ചിൻ ഉണ്ടാകുമ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മിന്നുന്ന ജയം ലഭിക്കും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നതും. എന്തായാലും ഈ സച്ചിൻ്റെ വരവ് കാത്തു നിൽക്കുന്ന ഈ ആരാധകരുടെ ഒട്ടും നിരാശപ്പെടുത്താതെ സച്ചിൻ വരികയും അതിനുശേഷം കേരളം ഒരു മികച്ച കളി പുറത്തെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. യെസ്, കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളാണ്, സ്റ്റേഡിയത്തിൻ്റെ സ്പന്ദനങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ അനന്ത് കെ ജയചന്ദ്രനുമൊപ്പം ബിജേഷ് നടുവിലും അപ്പോൾ നൽകുന്നത്. എവൻ റോസ്, ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത് മികച്ച ഫിനിഷർമാരുടെ ഒരു കുറവായിരുന്നു, ഒരു വലിയ പരാതിയായിരുന്നു. ടീം മാനേജ്മെൻറ്റിന് ഇപ്പോഴും അതിലുള്ള ആശങ്ക മാറിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എങ്ങനെയാവും ഇത്തവണ കാര്യങ്ങൾ? നമ്മളെ ഈ ഹ്യൂം നമ്മളെ സ്റ്റാർ ആയിരുന്നു കഴിഞ്ഞ വർഷം ബ്ലാസ്റ്ററിൻ്റെ. ഇപ്പോൾ നമ്മൾ കണ്ടാണ് അദ്ദേഹം കൊൽക്കത്തയിൽ പോയത്. അതായത് ഒരു ജെന്യൂൻ സ്ട്രൈക്കർ, അതായത് ഗോൾ സ്കോറിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോൾ സ്കോറിംഗ് എല്ലാ പ്ലേയേഴ്സിനും ആ കപ്പാസിറ്റി ഉണ്ട്. എല്ലാ താരങ്ങളും വളരെ മികച്ച് വളരെ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിലും ഗോൾ സ്കോറിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അപൂർവമായിട്ട് ചില കളിക്കാർക്ക് കിട്ടാറുള്ളൂ. ഇപ്പം ഞാൻ പറയാം, പോസ്റ്റിക വളരെ മികച്ച കളിക്കാരനല്ല, പക്ഷെ മികച്ച ഫിനിഷറാണ്. ഹ്യൂം അതിനേക്കാളും കൂടുതൽ എഫർട്ട് ഇട്ട് കളിക്കും, ഗ്രൗണ്ട് മൊത്തം ഓടിയാണ്, പക്ഷേ സ്കോറിംഗ് ഇല്ല. അപ്പോൾ സ്കോറിംഗ് എന്ന് പറയുന്ന ഒരു അപൂർവമായിട്ട് ലഭിക്കുന്ന ഒരു ഇതാണ്. അങ്ങനെയുള്ള പ്ലേയേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ നമുക്കൊരു അത്ഭുതകരമായ ഒരു കളിക്കാരൻ ഉയർന്നു വരണം. അത് ഏത് കളിക്കാരൻ എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. ഓരോ ടൂർണമെൻറ്റ്, ചിലപ്പോൾ ചില ടൂർണമെൻറ്റിൽ പുതിയ താരങ്ങൾ ഉയർന്നു വരുന്നത്. ഇപ്പോൾ നമ്മൾ കഴിയാം ലോകകപ്പ് അടുക്കുമ്പോൾ നമ്മൾ പറയാം റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സി ഈ അടുത്ത കാലത്ത്, അതിനു മുമ്പേ മറ്റുള്ള താരങ്ങൾ. പക്ഷേ ടോപ്പ് സ്കോർ ആകുന്ന പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ വർഷം ആയത് നമ്മുടെ കൊളംബിയയുടെ പ്ലെയർ ആയിരുന്നു, അതിനു മുമ്പേ ഡാവർ സുക്കർ, അങ്ങനെയുള്ള അപ്രതീക്ഷിതമായിട്ട് താരങ്ങളായിരിക്കും. അപ്പോൾ അതുപോലെ അപ്രതീക്ഷിത താരങ്ങളായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. ഇപ്പോൾ സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ശ്രേണിയാണ്. അത് ഓരോ മത്സരം കഴിയുന്നവർ നമുക്ക് കിട്ടുകയുള്ളൂ. പെട്ടെന്ന് കിട്ടാൻ നമുക്ക് ഒരാളെ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ പോസ്റ്റിക്കെ പോലെ അവിടെ ഈ കൃത്യമായി ആളുകളെ പ്ലേസ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പീറ്റർ ടൈലർ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നത്. നേരത്തെ ആ പരിശീലന കാര്യത്തിലൊക്കെ പറഞ്ഞത്, നേരത്തെ ഈ പന്തിനേക്കാൾ കൂടുതൽ കടന്ന് ഓടുന്ന ഇന്ത്യൻ ശൈലിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വൺ ടച്ച് ഫുട്ബോൾ രീതിയൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ തരത്തിലൂടെ മാറ്റം കൃത്യമായി അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഇന്ത്യൻ ഫുട്ബോളിൽ നേരത്തെ നമുക്കൊരു 4-3-3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഹാഫ് റൈറ്റാണ്, അങ്ങനെ ഒരു പൊസിഷനില്ല. ഇപ്പോഴും ഈ നമ്മൾ ടീം സെറ്റ് ചെയ്യുന്ന നമ്മളിപ്പോഴാണ് പഠിച്ചു വരുന്നത്. പണ്ടാണ് നമ്മൾ 4-3-3 എന്ന് പറയുന്ന ആ ഫോർമേഷനിലാണ് കളിക്കും. പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല. സ്റ്റാർട്ടിങ് ഫ്രം ഗോൾ കീപ്പർ, ഫസ്റ്റ് ഡിഫൻഡർ എന്ന് പറയുന്നത് ഗോൾ കീപ്പറാണ്. ഗോൾ കീപ്പർ, ഡിഫൻസിനെ കണക്ട് ചെയ്ത് മിഡ്ഫീൽഡ് കണക്ട് ചെയ്ത് സ്ട്രൈക്കർ, ഇവരൊരു അച്ചുതണ്ട് പോലെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഒരു ടീമായി വരുന്നുള്ളൂ.
അത് സെറ്റ് ചെയ്യുന്നതിലാണ് ഒരു കോച്ചിൻ്റെ വിജയം. ഇപ്പോൾ കോച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ പല ഫോർമേഷനിലും പല കളിക്കാരെ പരീക്ഷിക്കുന്നു. ഏറ്റവും മികച്ച കളിക്കാരെ ചൂസ് ചെയ്യുന്നതിലാണ് അവരുടെ കഴിവ്. പിന്നെ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല, തന്ത്രങ്ങൾ മാറി വരാൻ സാധ്യതയുണ്ട്. തന്ത്രങ്ങൾക്കനുസരിച്ച് പ്ലെയേഴ്സ് കളിച്ചില്ലെങ്കിൽ തന്ത്രം കംപ്ലീറ്റ് പൊളിയും. അപ്പോൾ തന്ത്രം കൊണ്ട് മാത്രം കാര്യമില്ല, കളിക്കാർ അതേ നിലവാരത്തിലും കോച്ച് പറഞ്ഞു കൊടുക്കുന്ന ശൈലിയിലും കളിക്കണം. അല്ലെങ്കിൽ രണ്ട് രീതിയിലായി പോവും, ടീമിൻ്റെ റിസൾട്ട് നെഗറ്റീവായി പോകും. പീറ്റർ ടൈലർ മികച്ച കോച്ചാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനേക്കാളും ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ എഫക്റ്റ് ചെയ്യുക ട്രെവർ മോർഗൻ്റെ അസിസ്റ്റൻസ് ആയിരിക്കും. കാര്യം അദ്ദേഹം ഇന്ത്യയിൽ കുറേയധികം പരിചയസമ്പത്തുള്ള ആളാണ്. കഴിഞ്ഞ പ്രാവശ്യം ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്ത്രമായിരിക്കും കൂടുതലും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് എടുക്കുക. ഓക്കെ, എങ്ങനെയാണ് പുതിയ ഉടച്ചു വാർക്കപ്പെട്ട ടീം കളത്തിൽ പെരുമാറുക എന്ന് അറിയില്ല. എന്തായാലും പ്രതീക്ഷ വാനോളമാണ്. അത്തരത്തിലുള്ളൊരു ആസ്വാദക വൃന്ദത്തെയും അവിടെ നമുക്ക് കാണാൻ സാധിക്കും.